അസ്സലാമലൈക്കും. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചേനക്കറിയുടെ റെസിപ്പി ആയിട്ടാ. ഒരു മസാല ചേനക്കറിയാണ്. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ളൊരു ചേനക്കറി. അപ്പത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആട്ടാ. സൂപ്പറാണ്. നമുക്കത് ഉണ്ടാക്കാൻ നോക്കിയാലോ? നൂറ്റമ്പത് ചേന എടുത്തിന്. ആ ചേന നുറുക്കി കഷ്ണാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത്. അതിക്ക് ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ചൊരു ഉപ്പ് ഇട്ട് കൊടുത്തേക്കണേ. ബാക്കി ഉപ്പ് നമുക്ക് കറി ഉണ്ടാക്കുമ്പോഴാ. എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഞാനത് വേവിക്കട്ട. ഒരു 2-3 വിസിൽ മതി. അപ്പോൾ അതിന് കുക്കർ മൂടി വെച്ചിട്ട് ഞാനതാ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് റെഡിയാകുമ്പോൾ ബാക്കി പരിപാടിയൊക്കെ. അപ്പോൾ ഞാൻ അടുപ്പത്ത് ചട്ടിയൊക്കെ വെച്ചിക്കണം. ചട്ടിയൊക്കെ ചൂടായപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേക്കണം കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നപ്പോൾ നമ്മൾ 2-3 സവാള അരിഞ്ഞിന്. വലുതാണെങ്കിൽ ഒരു 2 എടുത്താൽ മതി. ചെറുതായപ്പോൾ ഒരു 3-4 എടുത്തിന്. ചെറുതാക്കി അരിഞ്ഞത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് വാടി കിട്ടണം കേട്ടോ. അത് നല്ല ടേസ്റ്റ് ആട്ടോ ഈ കറി. നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം എന്തായാലും. അപ്പോൾ ഇത് വേഗം പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. എന്നാൽ വേഗം പെട്ടെന്ന് നിങ്ങൾ വാടി കിട്ടുമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വാടാൻ വേണ്ടിയിട്ട് ഞാനൊരു മൂടി കൊണ്ടാണ് മൂടി വെക്കാണ്. അപ്പോൾ വേഗം വാടി കിട്ടുമല്ലോ. അപ്പോൾ അതാ കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ അതാ നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വാടി വെക്കണേ. അപ്പം നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ, അത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു ചെറിയ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലായിടത്തും അതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് പൊടികൾ വേണം. അതെന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ എടുത്തേക്കണത്. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളിയിലേക്കാണ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ പച്ചക്കുത്തൽ മാറുന്നത് വരെയൊക്കെ നമുക്കത് വാട്ടിയെടുക്കാം. തീ നോക്കണേ, തീ കൂട്ടിയിട്ട് കരിഞ്ഞു പോകരുതേ. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന പോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. മസാലേൻ്റെ പച്ചക്കുത്തലൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 2 തക്കാളി അരിഞ്ഞതും 2-3 പച്ചമുളകും അരിഞ്ഞതും ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ചുടുവെള്ളം ഒഴിച്ചെടുക്കുക. കുറച്ച് ചുടുവെള്ളം ഒന്നിങ്ങനെ തക്കാളി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ചുടുവെള്ളം ഒഴിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പച്ചവെള്ളം ഒഴിച്ചെടുക്കരുതേ, ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചെടുക്കണേ. എന്നിട്ട് നമുക്കതൊന്ന് വേഗം തക്കാളിക്ക് ഒന്ന് വെന്തോടിയാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്നാണ്ട് മൂടി വെക്കാം കേട്ടോ. അപ്പോൾ അതുള്ളതാ നമ്മൾ ചേനൊക്കെ വെന്ത് റെഡിയാക്കി. അപ്പോൾ ഞാൻ കുക്കർ നോക്കി നന്നായിട്ട് വെന്തും ചെയ്തിരിക്കുന്ന വെള്ളമൊക്കെ പാകമാണ്. അപ്പോൾ ഞാൻ നമ്മൾ മൂടി വെച്ചിനെ ഇത് തുറന്ന് നോക്കിയപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. സൂപ്പറായിട്ട് തക്കാളിയൊക്കെ ഉടഞ്ഞിക്കണേനു. ഇനി നമുക്ക് ഇതിലേക്ക് ആ വേവിച്ച് വെച്ച ചേന ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഉപ്പുണ്ടാകുന്നൊക്കെ നോക്കുക. ഉപ്പില്ലെങ്കിലൊക്കെ ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുക കേട്ടോ, കുറവുണ്ടെങ്കിൽ. അപ്പോൾ അത് ഞാൻ വേവിച്ച് വെച്ച ചേന ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് എല്ലായിടത്തും മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്നാകെ ചേനയിലേക്ക് ആ മസാലയൊക്കെ കയറാൻ വേണ്ടിയിട്ട് ഒന്നങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് നല്ല തിക്നെസ് ആയിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. നല്ല കുറുന്നനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കണം എന്നില്ല. ഇങ്ങനെ മസാല രൂപത്തിലാണ് കഴിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കിയാൽ നല്ല ടേസ്റ്റ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് കണ്ട് ചട്ടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ചട്ടിയിലേക്ക് ഇനി നമുക്കതൊന്ന് മൂടി വെക്കാം. ഒന്ന് മസാലയൊക്കെ അതിലൊന്ന് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം ഒരു പാത്രത്തിൽ മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. കഴിഞ്ഞതിന് ശേഷം മൂടി തുറന്നപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളാ ചേനക്കറി. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലാണ് ഇട്ട് കൊടുക്കാം. മേലൊന്ന് വിതറി കൊടുക്കാം. നല്ല ഫ്രഷ് കറിവേപ്പിലാണ്. ഇനി നമുക്ക് ഇതിലേക്ക് 1 മുറി തേങ്ങാപ്പാലാണ് വേണ്ടത്. അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ കറി. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഞാൻ പിന്നെയും പറയണ അടിപൊളി ടേസ്റ്റ് ആയതുകൊണ്ടാണ്. ഇനി നമുക്കിതൊരു കയ്യിൽ
ഇളക്കി കൊടുക്കുക. തേങ്ങാപ്പാലൊന്നും അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷന്. നിങ്ങൾ ഒരു പ്രാവശ്യങ്ങൾ ഉണ്ടാക്കണം എന്ന് ഞാൻ പറയണത് അതുകൊണ്ട് തന്നെ. ഇനി നമുക്കതൊന്ന് മൂടി വെക്കാം. ഒന്ന് പെട്ടെന്ന് തിളച്ച് കിട്ടാൻ വേണ്ടി വേണമെങ്കിൽ മൂടി വെച്ചതിന്. അപ്പോൾ അതൊന്ന് മൂടിയൊക്കെ തുറന്നപ്പം നന്നായിട്ട് തിളച്ച് വന്ന് നമ്മൾ അടിപൊളി ചേനാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യങ്ങൾ ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഉണ്ടാക്കിയവരൊക്കെ ഒന്ന് കമൻറ്റും ചെയ്യണം. നിങ്ങളതുപോലത്തെ കറികൾ ഉണ്ടാക്കാനുള്ളൂ ഇല്ലേ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ അടിപൊളി ചേനാക്കറിയൊക്കെ റെഡി അയച്ചു വന്നിട്ട് നമ്മൾ മൂടി വെക്കാം. ഞാൻ അതവിടെ നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടിപൊളി ചേനാക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യണം. ചെയ്യാൻ ഒരിക്കലും മടി കാണിക്കരുത് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ പുതുതായി കാണുന്ന കൂട്ടരാണെങ്കിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യണം. എന്നാലും ഞാൻ വിടുന്ന എല്ലാ വീഡിയോകളിലും നോട്ടിഫിക്കേഷനുകൾ ഫോണിലേക്ക് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് മറക്കരുത് കേട്ടോ നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്ത നല്ല വെറൈറ്റി പുതിയതായ വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ. അസ്സലാമു അലൈക്കും.